ചിക്കൻ കറി പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ. ഇത് നമുക്ക് പത്തിരിയുടെയും പൊറോട്ടയുടെയൊക്കെ കൂടെ കഴിക്കാവുന്ന കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള അടിപൊളി ചിക്കൻ കറി തയ്യാറാക്കാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് നമുക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പിന്നെ ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിനാവശ്യം വിനാഗിരിയാണ് കേട്ടോ. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ, മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിന് ഒരു മസാല പൗഡർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് പെരിഞ്ജീരകം, കറുകപ്പട്ട, ഏലക്കായ, കൽപ്പാശി അല്ലെങ്കിൽ സ്റ്റോൺ ഫ്ലവർ, ഗ്രാമ്പൂ മുഴുവനോട് കൂടിയിട്ടുള്ള കുരുമുളക്, കശകശ എന്നൊക്കെ പറയില്ലേ, അതായത് മസാലയിലൊക്കെ ഉപയോഗിക്കുന്നത് അത്, പിന്നെ ഉണക്കമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് നാളികേരം ചെരുകിയതും മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് അങ്ങനെ കളർ മാറി വരണ്ട. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി തണുത്ത് വരുമ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് സവോള മുറിച്ചത് ചേർക്കുക, പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കുക, അതുപോലെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലൊക്കെ കുറച്ച് നന്നായിട്ട് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരുമല്ലോ. എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരണേണ്ട. ഇതുപോലെ ഒന്ന് സവാള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ഒരു ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ കുറച്ചധികം സമയം മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വരും. അതൊന്ന് 5 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മസാല പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിപ്പോൾ സെമി ഗ്രേവിയൊക്കെ ആയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് തയ്യാറാക്കണത് കേട്ടോ. അത് കാരണമാണ് വെള്ളം ഒഴിച്ചത്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് കുക്കായിട്ട് തന്നെ വന്നോളും. ആ ഒരു തക്കാളിയുടെ ഉള്ളിൽ നിന്നും ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിൻ്റെ എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാവുന്നുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എന്നും ഒരേ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.